ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ നോക്കുന്ന ഡീമൺ സ്ലെയർ ഇൻഫിനിറ്റി കാസിൽ ആർക്കിൻ്റെ എപ്പിസോഡ് 39 ആയിട്ടാണ്. മുന്നത്തെ വീഡിയോയും കണ്ടിട്ടില്ലേ? പോയി കണ്ടിട്ട് വരിക. നമുക്ക് വേഗം തന്നെ കഥയിലേക്ക് പോകാം. എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ നമ്മുടെ മൂസാനെ കാണിച്ചുകൊണ്ടാണ്. അവൻ ഒരുപാട് ശക്തിശാലിയായി മാറിക്കഴിഞ്ഞു. അവൻ എൻ്റെ എല്ലാ ശക്തികളെയും തടസ്സപ്പെടുത്തുന്ന ഒരു ശക്തനായി മാറിക്കഴിഞ്ഞു. അവൻ്റെ മുഖം വളരെ വികൃതമാണ്. പക്ഷേ അവൻ്റെ എല്ലാ വാതിലുകളും തുറന്നു കഴിഞ്ഞു. അവൻ്റെ എല്ലാ ശക്തിയും എടുത്താണ് എന്നോട് അവൻ ഫൈറ്റ് ചെയ്യുന്നത്. അവന് മരണഭയം പോലുമില്ല. അവൻ്റെ വാളും റെഡാക്കി കഴിഞ്ഞു. ആ ചുവന്ന വാൾ ഉപയോഗിച്ചിട്ട് അവനെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്. അവൻ പതിയെ പതിയെ അവൻ്റെ എല്ലാ ശക്തികളെയും അൺലോക്ക് ചെയ്യുകയാണ്. അവൻ്റെ മരണഭയം കാരണമാകാം അവൻ ഇങ്ങനെ ചെയ്യുന്നത്. പോരാത്തതിന് എല്ലാ പില്ലേഴ്സും അവരുടെ വാൾ ചുവപ്പാക്കി മാറ്റി കഴിഞ്ഞു. പക്ഷേ നിങ്ങൾ അവനെപ്പോലെയല്ല. അവൻ്റെ മൂവ്മെൻറ്റ് പോലും നിങ്ങൾക്ക് ഇതുവരെ എടുക്കാൻ സാധിച്ചിട്ടില്ല. അവൻ എന്നേക്കാളും ഒരുപാട് ശക്തിശാലിയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾക്ക് എത്ര ശ്രമിച്ചാലും അവൻ്റെ അടുത്ത് പോലും എത്താൻ സാധിക്കില്ല. മൂസാനത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ടാഞ്ചറോ വലിയൊരു അറ്റാക്ക് കൊടുക്കുന്നുണ്ട്. ആ ഒരു അറ്റാക്ക് ഏകദേശം നമ്മുടെ സൺ ബ്രീത്തിങ്ങിൻ്റെ ഒരു ഫോം പോലെയാണ്. ആറാമത്തെ ഫോമാണ് ഞാനിപ്പോൾ അൺലോക്ക് ചെയ്തത്. എനിക്ക് ഇനിയും പറ്റും. പക്ഷേ അവൻ്റെ കഴുത്തിൻ്റെ അടുത്ത് പോലും എനിക്ക് എത്താൻ സാധിക്കുന്നില്ല. എൻ്റെ ഹൃദയം ഒന്നായിട്ട് പൊട്ടി തകരുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറഞ്ഞ ടാഞ്ചറോ വീണ്ടും അവനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നുണ്ട്. പക്ഷേ അവൻ അറ്റാക്ക് ചെയ്യുന്നതിന് മുന്നേ ഒരു സ്റ്റെപ്പ് മാറി നിൽക്കുന്നുണ്ട്. അപ്പോൾ തന്നെ വീണ്ടും നമ്മുടെ മൂസൻ വലിയൊരു അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഒരു മണിക്കൂറും കൂടെയുണ്ട്. ഒരു സെക്കൻഡ് പോലും മിസ്സാക്കരുത്. എനിക്കത് കണക്ട് ചെയ്ത് ആ 13ാമത്തെ ഫോം അൺലോക്ക് ചെയ്യണം എന്ന് പറഞ്ഞ ടാഞ്ചറോ അവിടെ കിടന്ന് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കാണുന്ന മൂസാൻ പറയുന്നുണ്ട്, ഒരിക്കലും അവനെപ്പോലെ ഒരാൾക്ക് ജനിക്കാൻ സാധിക്കില്ല. അവൻ ഒരുപാട് പവർഫുള്ളാണ്. അവനെപ്പോലെ ഒരു മനുഷ്യരും ഇനി ഉണ്ടാകത്തേയില്ല എന്ന് പറഞ്ഞ് മൂസാൻ ടാഞ്ചറോനെ വീണ്ടും അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അതിനിടയ്ക്ക് ടാഞ്ചറോ ചോര ഛർദ്ദിക്കുന്നുണ്ട്. ഈ ഒരു ഗ്യാപ്പ് വെച്ചിട്ട് നമ്മുടെ മൂസാൻ വീണ്ടും ടാഞ്ചറോനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അപ്പം തന്നെ ടാഞ്ചറോ ആ അറ്റാക്കിനെ ഡോട്ട് ചെയ്ത് മാറുന്നുണ്ട്. നമ്മുടെ മൂസാനെ എത്ര അറ്റാക്ക് ചെയ്തിട്ടും ടാഞ്ചറോൻ്റെ മേൽ കൊള്ളുന്നേ ഇല്ല. അപ്പോൾ തന്നെ മൂസാൻ പറയുന്നുണ്ട്, ഞാൻ എന്തൊക്കെ ചെയ്തു, പക്ഷേ അവനെ ഒന്നും എനിക്ക് തൊടാൻ പോലും പറ്റുന്നില്ല. അവൻ ഒരുപാട് ഫാസ്റ്റ് ആയിട്ടുണ്ട്. പക്ഷേ അവൻ്റെ മൂവ്മെൻറ്റ്സ് ഒക്കെ എനിക്ക് സ്ലോ ആയിട്ടാണ് കാണുന്നത്. ശരിയാണ്, അവൻ എൻ്റെ സ്ലോ, ഞാനാണ് സ്ലോ. അതായത് നമ്മുടെ മൂസാനാണ് ഇപ്പോൾ സ്ലോ ആയി കിടക്കുന്നത്. നമ്മുടെ ടാഞ്ചറോ അല്ല സ്ലോ. എനിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. എൻ്റെ ബോഡിയൊക്കെ എന്തോ വീക്കാവുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ശരിയാണ്, അവളാണ് ഇതിൻ്റെ കാരണക്കാരി എന്ന് പറഞ്ഞിട്ട് മൂസാൻ അവൻ്റെ കണ്ണു വീച്ചിട്ട് അവൻ്റെ ഉള്ളിൽ തന്നെ നോക്കുന്നുണ്ട്. എന്നിട്ട് മൂസാൻ അവൻ്റെ മനസ്സിലുള്ള തമ്മായനോട് സംസാരിക്കുന്നുണ്ട്. നീ എന്ത് മരുന്നാണ് എനിക്ക് തന്നത്? ഒന്ന് നിന്നെ മനുഷ്യനാക്കാൻ, മറ്റേത് ഞാൻ പറയത്തില്ല. ഈ ബുദ്ധിയില്ലാത്ത തലച്ചോറുണ്ടല്ലോ കുറേ, അത് വെച്ച് നീ കണ്ടുപിടിക്കുക എന്ന് നമ്മുടെ ടമായ പറയുന്നുണ്ട്. അപ്പം തന്നെ മൂസാൻ ദേഷ്യം പിടിച്ച് ആ തല പൊട്ടിച്ച് കളയുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ടമായയുടെ മെമ്മറീസ് കാണിക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ ഷിനൂബിനെ കാണിക്കുന്നത്. അവൾ ടമായ പറയുന്നുണ്ട്, സാധാരണ ഒരു മരുന്നല്ല അവൻ്റെ ശരീരത്തിൽ കുത്തിവെക്കേണ്ടത്. അവനൊരു പക്ഷേ മനുഷ്യനായിട്ടില്ലെങ്കിൽ അതിന് പകരം എന്തെങ്കിലും വിഷമുള്ള ഒരു സാധനമാണ് അവൻ്റെ ശരീരത്തിൽ കുത്തിവെക്കേണ്ടത്. ഇതുമല്ലെങ്കിൽ അവന് ഏജിങ് ആവണം. അവൻ്റെ ഓരോ സെൽസും 50 ഇയേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നവരെ ഏജിങ് ആവണം. എന്നിട്ട് അവനെ അങ്ങനത്തെ ഒരു മരുന്ന് അവനെ കണ്ടുപിടിക്കണം. ഇത് കേട്ടത് നമ്മുടെ മൂസാനൊക്കെ ഷോക്കായി നിൽക്കുന്നുണ്ട്. ഏജിങ്ങോ? വെറുതെ അല്ല എനിക്ക് ഇത്രയും പേരെ ഒരുമിച്ച് തോൽപ്പിക്കാൻ പറ്റാത്തത്. എൻ്റെ ഓരോ സെൽസും പെട്ടെന്ന് വയസ്സായിക്കൊണ്ടിരിക്കുകയാണോ? ആ ടമയോ 2-3 മണിക്കൂറുകൾക്ക് മുമ്പല്ലേ ആ മരുന്ന് എൻ്റെ ശരീരത്തിൽ കുത്തിവെച്ചത്. അപ്പോൾ തന്നെ എൻ്റെ ശരീരം ഏജിങ് ആയി മാറിക്കഴിഞ്ഞു. അതായത് ഏകദേശം കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് 9,000 വർഷം വയസ്സായി കഴിഞ്ഞു. വെറുതെ അല്ല എൻ്റെ മുടി പഴയതുപോലെ ആവാത്തത്. അപ്പം തന്നെ ഒരു ക്രോ വന്ന് പറയുന്നുണ്ട്, ഇനി 59 മിനിറ്റും കൂടിയുണ്ട് നേരം വെളുക്കാൻ. ഈ ഒരു ടൈമിൽ ടാഞ്ചറോ വലിയൊരു അറ്റാക്ക് തന്നെ മൂസാനെതിരെ കൊടുക്കുന്നുണ്ട്. അതൊരു വളയം പോലെ തന്നെ മൂസാനെ ചുറ്റി പടയുന്നുണ്ട്. ഇത് കണ്ടാൽ നമ്മുടെ മൂസാൻ അവിടെ മാറി ടാഞ്ചറോയ്ക്കെതിരെ ഒരു അറ്റാക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിന് മുന്നേ തന്നെ ടാഞ്ചറോ ഒരുപാട് അറ്റാക്ക് തന്നെ നമ്മുടെ മൂസാനെതിരെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ 12 എണ്ണം എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇനി ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് രാവിലെ വരെ ഇതേപോലെ തന്നെ പിടിച്ചു നിൽക്കാൻ പറ്റും. എപ്പിസോഡിൻ്റെ ഓപ്പണിംഗ് സീനിൽ തന്നെ ആ തല പോയ പൂച്ചേനെയാണ് കാണിക്കുന്നത്. ഇതിനെ പെട്ടെന്ന് തന്നെ നമ്മുടെ യൂഷിറോ അതിൻ്റെ തല കൂട്ടിച്ചേർത്ത് അതിനെ മാറ്റുന്നുണ്ട്. അതായത് നമ്മുടെ ഈ ഫൈറ്റ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മുടെ യൂഷിറോ ഇതിനൊരു ഡീമനാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ യൂഷിറോ ഇനോസിക്കിൻ്റെ അടുത്തൊക്കെ പോകുന്നുണ്ട്. അതിനിടയ്ക്ക് നമ്മുടെ യൂഷിറോ ഗ്യോമയുടെ അടുത്തേ പോകുന്നുണ്ട്. ഗ്യോമയ്ക്കാണെങ്കിൽ അവൻ്റെ ഓർമ്മ പോലും നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് നല്ല പരിക്ക് പറ്റിയ അവസ്ഥയിലാണ് ഗ്യോമ ഉണ്ടായിരുന്നത്. നമ്മുടെ ടാഞ്ചറോയ്ക്ക് ഒരു വലിയ ആശ്വാസമായിരുന്നു. നമ്മുടെ യൂഷിറോയ്ക്ക് നന്നായിട്ട് അറിയുന്നുണ്ട്. ഇടയ്ക്ക് നമ്മുടെ യൂഷിറോ ടമായോനെ വിളിച്ചിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മുടെ ടാഞ്ചറോയ്ക്ക് ഒന്നും പറ്റില്ലേ, അവനെ എങ്ങനെ സംരക്ഷിക്കണേ എന്ന്. അതിനിടയ്ക്ക് മൂസനെ അറ്റാക്ക് ചെയ്ത് നമ്മുടെ ടാഞ്ചറോ അതിന് മാറി നിൽക്കുന്നുണ്ട്. അവൻ്റെ ഫോമിനെ കണക്ട് ചെയ്യാൻ അങ്ങനെ ഇങ്ങനെയൊന്നും പറ്റുന്നില്ല. അവൻ്റെ ഓരോരോ അവയവത്തിന് സെൽസിന് ഒരു പാരലായിട്ട് മാത്രമേ അവൻ്റെ ഫോമിനെ കണക്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇതിനിടയ്ക്ക് തന്നെ നമ്മുടെ ടാഞ്ചറോൻ്റെ കണ്ണിൽ ഇരുട്ട് കയറുകയാണ്. അതായത് അവനെടുക്കുന്ന ഓക്സിജൻ്റെ അളവ് കുറഞ്ഞു വരികയാണ്. അങ്ങനെ അവൻ കാല് തെറ്റി താഴോട്ട് വീഴാൻ പോകുമ്പോൾ പെട്ടെന്ന് തന്നെ അവിടേക്ക് ഒബനായി ലാൻഡ് ആവുകയാണ്. ഒബനായി പെട്ടെന്ന് ടാഞ്ചറോനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുന്നുണ്ട്. ഇത് കണ്ടത് നമ്മുടെ മൂസാനൊക്കെ ദേഷ്യം പിടിക്കുന്നുണ്ട്, ഇവൻ എവിടെ നാടായി കയറി വന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം തന്നെ ടാഞ്ചറോ മെല്ലെ കണ്ണ് തുറക്കുന്നുണ്ട്. അപ്പോൾ അവന് മനസ്സിലാകുന്നുണ്ട് അവനെ രക്ഷിച്ചത് ഒബനായി ആണ് എന്ന്. അപ്പോഴാണ് നമ്മുടെ ടാഞ്ചറോ ഒബനായിൻ്റെ മുഖം ശ്രദ്ധിക്കുന്നത്. നമ്മുടെ ഒബനായിൻ്റെ മുഖത്ത് ഒരുപാട് ഡാമേജ്
പറ്റിക്കുന്നത്, അവൻ്റെ കണ്ണ് വരെ പോയിട്ടുണ്ട്. നിങ്ങൾ കണ്ണില്ലാതെയാണോ എന്നെ സഹായിച്ചെന്ന് പറഞ്ഞു നമ്മുടെ ടാഞ്ചറോ അവിടെ അലറുന്നുണ്ട്. ഇത് കേട്ട നമ്മുടെ ഒബനായി പറയുന്നുണ്ട്, നീ ഒന്നും മിണ്ടാതിരി, എനിക്ക് നേരത്തെ അറ്റാക്ക് പറ്റിയതാണ്, അല്ലാണ്ട് ഇതിലൊന്നും പറ്റിയതില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ഒബനായി നമ്മുടെ ടാഞ്ചറോ എന്നെ സമാധാനപ്പെടുത്തുന്നുണ്ട്. ബോധം കിട്ടിയ ടാഞ്ചറോ പറയുന്നുണ്ട്, നമുക്ക് ഒരുമിച്ച് ഫൈറ്റ് ചെയ്യാമെന്ന്. നീ അങ്ങനെ എന്നെ സഹായിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്കതിന് കൂട്ടായിട്ട് ഈ പാമ്പുണ്ടെന്ന് പറയാണ്, അതായത് ആ വൈറ്റ് സ്നേക്കില്ലേ. പിന്നെ നമ്മുടെ മൂസ നാളെ ടാഞ്ചറോനെ നമ്മുടെ ഒബനായിക്കെതിരെ അറ്റാക്ക് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ മൂസ അവൻ്റെ ടെൻഡക്കിൾസ് യൂസ് ചെയ്തിട്ട് ഒരു വലിയ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ആ അറ്റാക്കിൽ ആ ബിൽഡിംഗ് വരെ പൊട്ടി പോകുന്നുണ്ട്. അപ്പം തന്നെ നമ്മുടെ ഒബനായി മൂസാന് ഒരു വലിയ അറ്റാക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ മൂസാന് ഒരു കാര്യം മനസ്സിലാകുന്നത്, ഒരു സാധാരണ പാമ്പ്, ആ പാമ്പിന് മൂസാൻ്റെ എല്ലാ മൂവ്മെൻറ്റും മനസ്സിലാക്കിക്കൊണ്ട് ആ മൂവ്മെൻറ്റ് നമ്മുടെ ഒബനായിക്ക് പറഞ്ഞു കൊടുത്തിട്ടാണ് നമ്മുടെ ഒബനായി അറ്റാക്ക് ചെയ്യുന്നത്. ഇടയ്ക്ക് ടാഞ്ചറോയും നമ്മുടെ ഒബനായും കൂടെ ചേർന്ന് നമ്മുടെ മൂസാനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഇവർക്ക് ഇപ്പോഴുള്ള ഈ ഇഞ്ചുറീസ് വെച്ച് എത്ര നേരം എന്നോട് ഫൈറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എൻ്റെ ഈ ഏജ് ഓവറാണ് എനിക്ക് പ്രശ്നം. ഇതെടുത്ത് കളയാൻ നോക്കുമ്പോൾ തന്നെ എനിക്ക് ഒരുപാട് സ്റ്റാമിന കൊടുക്കേണ്ടി വരുന്നു. അപ്പോൾ തന്നെ എൻ്റെ ഒരുപാട് എനർജി ഇവിടെ വേസ്റ്റ് ആവുകയാണ്. ഇവിടെ ടാഞ്ചറോ ആണെങ്കിൽ അവൻ്റെ ഓക്സിജൻ ലെവൽ കൺട്രോൾ ചെയ്തിട്ട് അവനെ തിരിച്ച് അവൻ്റെ ഫോമിലേക്ക് വരാൻ നോക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് നമ്മുടെ ടാഞ്ചറോ മൂസാൻ്റെ ബോഡി ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മുടെ മൂസാൻ്റെ ബോഡിയിൽ ഒരുപാട് പാടുകൾ വരുന്നുണ്ട്. ഈ പാടുകൾ കാണുമ്പോഴാണ് നമ്മുടെ ടാഞ്ചറോയ്ക്ക് ഒരു കാര്യം മനസ്സിലാകുന്നത്, ഇത് വർഷങ്ങൾക്ക് മുമ്പ് യുറേച്ച് കൊടുത്ത പാടുകളാണ്. അത് ഇതുവരെ അവൻ്റെ ശരീരത്തിൽ നിന്ന് മാറിയിട്ടില്ല. അതിൻ്റെ എല്ലാ പവറും അവൻ്റെ ശരീരത്തിൽ ഇപ്പോഴും ഉണ്ട്. അതിൻ്റെ ഓരോരോ മാർക്കും അവൻ്റെ ശരീരത്തിൽ ഇപ്പോഴും കാണപ്പെടുന്നുണ്ട്. ഈ ഒരു മാർക്കാണ് നമ്മുടെ മൂസാൻ്റെ വീക്ക് പോയിന്റ് എന്ന് നമ്മുടെ ടാഞ്ചറോയ്ക്ക് മനസ്സിലാകുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് മരിച്ച യുറേച്ചിയാണ് അവനെ ഇപ്പോഴും അവരെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവർക്ക് എല്ലാ ഹെൽപ്പും ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അതോടുകൂടി ഈ ചാപ്റ്ററും ഇവിടെ എൻഡ് ആവുകയാണ്.